ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. സോ വളരെ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി കുറേ തിരക്കുകൾ ഉണ്ടായിപ്പോയി. അതുപോലെ തന്നെ SBA എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അതുപോലെ കുറേ മെയിൽസിന് റിപ്ലൈ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയാം. അത് ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് ഓർത്താണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഒരു റഷായിട്ട് ഇരുന്ന് പെട്ടെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വിട്ടാൽ പോരല്ലോ. സോ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫുള്ളി ആ ഒരു മൈൻഡോട് കൂടി തന്നെ റിപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലാഗ് ആവുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും മെയിൽസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് SBA PO മെയിൻസ് ആൻഡ് IBPS PO മെയിൻസിന് ഉള്ള ഒരു ഏരിയ ആണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. സോ ആ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സാം ഹാളിൽ നമുക്ക് വരാവുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ ഒരു എന്താണ് ഡിസ്റ്റർബൻസ്, അതായത് കീബോർഡ് ടൈപ്പിങ്ങിൻ്റെ ഒക്കെ ഡിസ്റ്റർബൻസ് എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെയുള്ള കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ SBA മാത്രമല്ല IBPS PO ആണെങ്കിലും മെയിൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ ഉറപ്പായിട്ടും മുഴുവൻ കാണണം. അപ്പോൾ മെയിനായിട്ടും നമ്മൾ SBA ഒരു എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ലാപ്പിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള കീബോർഡ് അല്ലാണ്ട് ഒരു വേറെ ഒരു കമ്പ്യൂട്ടർ കീബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കീബോർഡ് ഇപ്പോൾ മേ ബി ചിലരുടെ കയ്യിലൊന്നും കാണില്ല, എന്നാലും ഉള്ളവർ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഈ ഒരു കടകട സൗണ്ടുകളായിരിക്കും നമുക്ക് എക്സാം ഹാളിലും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് വേണം എന്താണ് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, കറക്റ്റ് കാര്യങ്ങളോട്ട് മാത്രം പറയാം. ആ ഒരു സൗണ്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്നത്, മീൻസ് SBA PO മെയിൻസ് എഴുതുന്നത്. അപ്പോൾ എന്നാലും നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു എക്സാം ടൈമിൽ ഉണ്ടാവുന്ന, അതായത് ബാക്കിയുള്ള സ്റ്റുഡൻസും എല്ലാവരും ഈ ഒരു ടൈപ്പിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ആ ഒരു കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്ന് ആലോചിച്ച് ഡിസ്ക്രിപ്റ്റീവ് അറ്റംപ്റ്റ് ചെയ്യുന്നതും അതല്ലാണ്ട് എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സ്വയം, ഇത് ഇനി ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല, എനിക്ക് സ്വയം തോന്നിയ ഒരു മെത്തേഡാണ് നമ്മൾ ആ ഒരു സൗണ്ട് വീട്ടിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത്. സോ അതിനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ എന്താണ് ഈ ഒരു ടൈപ്പിംഗ് സൗണ്ട് വെച്ചുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇപ്പോൾ മോക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സൈഡിൽ ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൗണ്ടും കൂടെ കേൾക്കുവാണെങ്കിൽ നമ്മൾ റിയൽ എക്സാം ആ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നമ്മൾ ലാപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും, അതല്ല എങ്കിൽ ഫോണിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഈ ഒരു സൗണ്ടും കൂടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഉണ്ടാവുന്ന ആ ഒരു എന്താണ് ആ ഒരു സ്ട്രെയിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സാമെന്ന് ഉള്ളപ്പോഴേ ഒരു എന്താണ് ഒരു ടെൻഷനൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സൗണ്ടും കൂടെ കേൾക്കുമ്പോൾ ഫുള്ളി കാര്യങ്ങളെല്ലാം മറന്നു പോകും. സോ ഈ ഒരു സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിപ്പോൾ കൂടുതലും SSCക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ ഒരു ഡിസ്ക്രിപ്റ്റീവിന് നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൗണ്ട് നമ്മൾ കുറേ കേൾക്കുമ്പോൾ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിപ്പോവും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സൗണ്ടും കൂടി കേട്ടുകൊണ്ട് എക്സാം ഹാളിൽ എഴുതുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ കേട്ടോ, ആ ഒരു ഡിസ്റ്റർബൻസോട് കൂടി തന്നെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ഉള്ള ആ ഒരു ഫീലിംഗ് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ചുകൂടെ മുൻപ് വീഡിയോ ഇടേണ്ടതായിരുന്നു, ബട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മോക്ക് ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഞാൻ ഗൈഡ്ലി പർച്ചേസ് ചെയ്തിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാണ് ഗൈഡ്ലി പർച്ചേസ് ചെയ്തത്. അപ്പോൾ 175 സംതിങ് അടുത്ത റുപ്പീസിനാണ് ഞാൻ ഗൈഡ്ലി പർച്ചേസ് ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് ഇമെയിൽ റൈറ്റിംഗ് ആണെങ്കിലും പ്രിസൈസ് റൈറ്റിംഗ് ആണെങ്കിലും സിറ്റുവേഷൻ അനാലിസിസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലവർ ഇപ്പോൾ നമ്മൾ എന്താണ് എറർ തന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് അത് കറക്റ്റ് ചെയ്ത് തരും. അതുപോലെ ആ ഒരു സാമ്പിൾ PDF അവൈലബിൾ ആക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ടീച്ചേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത് വരുൺ ചിത്ര എന്ന് പറയുന്ന സാറ്, ഓക്കെ, ഹർഷൽ അഗർവാൾ സാറിൻ്റെ
ഇത് കണ്ടോ, ഈ ഒരു വരുൺ ചിത്ര എന്ന് പറയുന്ന സാറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എനിക്ക് വേറെ ക്ലാസ്സസ് ഒന്നും ഞാൻ കുറേ തപ്പിയിട്ടും കണ്ടില്ലായിരുന്നു. സോ SBIPO മെയിൻസിന് വേണ്ടിയുള്ള ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സസ് ആണ്. ഞാൻ അതിൽ നിന്നാണ് കൂടുതലും ആ ഒരു റിപ്പോർട്ടിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ സിറ്റുവേഷൻ അനാലിസിസിനാണെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഇമെയിലിനാണെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നാണ് ഫോർമാറ്റ്സ് ഒക്കെ കണ്ട് പഠിച്ചതും അതുപോലെ തന്നെ സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതുവരെയും നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ എന്താണ് പറഞ്ഞു വരാനുള്ളത്, ഇപ്പോൾ മോക്ക് അതായത് ഗൈഡ്ലി പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ആ ഒരു എക്സാം ആ ഒരു റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മോക്കും അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ മെയിൻ എക്സാമിനാണെങ്കിലും സ്പേസ് ഇട്ടതിന് ശേഷം എൻ്റർ അടിക്കുവാണെങ്കിൽ എൻ്റർ ആവുകയില്ല. അതായത് സ്പേസ് ഇല്ലാണ്ട് ഒരു വേർഡ് എഴുതിയിട്ട് സ്പേസ് ഇല്ലാണ്ട് എൻ്റർ ചെയ്താൽ മാത്രമേ എൻ്റർ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മൗസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു നാവിഗേഷൻ കീസ് മാത്രം യൂസ് ചെയ്ത് വേണം, ഈ ഒരു കീസ് മാത്രം യൂസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ദെൻ ബാക്ക് സ്പേസ് അടിക്കാനാണെങ്കിലും ഇങ്ങനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾക്ക് ഒരു ഒരു വേർഡിലോട്ട് ചെല്ലണമെങ്കിൽ പോലും ഈ ഒരു നാവിഗേഷൻ കീസ് യൂസ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഒത്തിരി ഇല്ലെങ്കിലും കണ്ടുകൊണ്ടാണെങ്കിലും ആ ഒരു ലെറ്റേഴ്സൊക്കെ എവിടെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുവാണെങ്കിൽ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോൾ കൂടുതലും സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാലും കുഴപ്പമില്ല, ബട്ട് എറേഴ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിലും അത് AIയോ അതുപോലെയുള്ള എന്തെങ്കിലും മെഷീനുകളായിരിക്കും നമ്മൾ എക്സാം പേപ്പർ ചെക്ക് ചെയ്യുന്നത്. സോ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കടിച്ചാൽ പൊട്ടാത്ത വേർഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും പങ്ക്ച്വേഷൻ മാർക്സും അതുപോലെ തന്നെ സ്പെല്ലിംഗ് എറേഴ്സും ഒന്നും ഇല്ലാതെ ആ ഒരു പങ്ക്ച്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം മോക്ക് ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ റിപ്പോർട്ട് റൈറ്റിങ്ങും അതുപോലെ സിറ്റുവേഷൻ അനാലിസിസിനും ഒക്കെ ഒരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫുൾ എഴുതേണ്ട ആ ഒരു വേർഡ്സിന് മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ആ ഒരു ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സിറ്റുവേഷൻ അനാലിസിസ് ഒക്കെ ആണെങ്കിലും ഒരു റൂട്ട് കോസ് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ടൈം പോയി എങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഒരു 1 വേർഡിൽ അത് കാര്യം എഴുതി തീർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഒരു ഫോർമാറ്റിന് എക്സ്ട്രാ മാർക്സ് എന്താണെങ്കിലും കാണും. ഓക്കെ, സോ ഇത്രയുമാണ് ഡിസ്ക്രിപ്റ്റീവിനെ കുറിച്ച് പറയാനുള്ളത്. അതല്ലാണ്ട് ഇമെയിൽസ് അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു വരുൺ ചിത്ര സാറിൻ്റെ ക്ലാസ്സസിൽ അവൈലബിൾ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ആ ഒരു പാറ്റേൺസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കധികം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഗൈഡിൽ നിന്ന് ഒരു 3 to 4 മോക്സ് എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. സോ എനിക്ക് വളരെ ടൈം കുറവാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ബട്ട് ഉള്ള ടൈമിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഒരു 3 to 4 months എങ്കിലും മാക്സിമം മിനിമം പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഞാനാണെങ്കിലും ഒരു 3 months ഒക്കെ അടുത്ത് നോക്കണം എന്നുള്ള ഇതിലാണ്. ബട്ട് 2 months വരെയൊക്കെ ആയിട്ടുള്ളൂ. ടൈം എനിക്കും കിട്ടിയില്ലായിരുന്നു. സോ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ SBIPനെ കുറിച്ച് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.